ലോക്കറിലോ അലമാറയിലോ വെറുതെ ഇരിക്കുന്ന ആ സ്വർണം നിങ്ങൾക്ക് മാസം തോറും ഒരു കൃത്യമായ വരുമാനം തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അതും ആ സ്വർണം വിൽക്കാതെ തന്നെ. അതെ, കേന്ദ്ര സർക്കാർ രാജ്യത്തെ സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ, അതായത് ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീമിൽ വളരെ വിപ്ലവകരമായ ഒരു മാറ്റത്തിൽ ഒരുങ്ങുകയാണ്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഈ പദ്ധതി? ഇതിലൂടെ സാധാരണക്കാരായ നമുക്ക് എന്ത് ലാഭമാണുള്ളത്? എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു മാറ്റത്തിന് മുതിരുന്നത്? ലളിതമായി നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഗോൾഡ് മോണറ്റൈസേഷൻ സ്കീം എന്ന് നോക്കാം. 2015 കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആദ്യമായി കൊണ്ടുവന്നത്. നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉപയോഗിക്കാതെ കിടക്കുന്ന സ്വർണം ബാങ്കുകളിൽ നിക്ഷേപമായി നൽകാം. നമ്മൾ പണം ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ പലിശ കിട്ടാറില്ലേ? അതേപോലെ ഈ സ്വർണ്ണ നിക്ഷേപത്തിനും സർക്കാർ നമുക്ക് പലിശ നൽകും. കാലാവധി കഴിയുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ സ്വർണം തിരികെ വാങ്ങാം, അല്ലെങ്കിൽ അന്നത്തെ വിപണി വിലയ്ക്കുള്ള പണം കൈപ്പറ്റാം. ഇതാണ് പദ്ധതിയുടെ അടിസ്ഥാന രൂപം. നമ്മുടെ നാട്ടിൽ ഏകദേശം 25,000 ടൺ സ്വർണം വീടുകളിലും മറ്റും വെറുതെ കിടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉപയോഗപ്രദമാക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ ഈ പദ്ധതിക്ക് വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞിരുന്നില്ല. 25,000 ടൺ സ്വർണം ഉള്ളിടത്ത് വെറും 38 ടൺ സ്വർണം മാത്രമാണ് സർക്കാരിന് സമാഹരിക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ഇത്? പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. നമ്മൾ സ്വർണം വാങ്ങുന്നത് പാരമ്പര്യമായി കൈമാറാനോ അണിയാനോ ഒക്കെയാണ്. ഈ പദ്ധതി പ്രകാരം സ്വർണം നിക്ഷേപിക്കുമ്പോൾ അത് ഉരുക്കി കട്ടികളാക്കി മാറ്റും. നമ്മുടെ പ്രിയപ്പെട്ട ആഭരണങ്ങൾ ഉരുക്കാൻ ആരും പെട്ടെന്ന് സമ്മതിക്കില്ലല്ലോ. ഇത് തന്നെയാണ് പ്രധാന കാരണം. ബാങ്കുകളുടെ താല്പര്യക്കുറവാണ് അടുത്ത ഒരു റീസൺ. ഇതുവരെ ഈ സ്കീം ബാങ്കുകൾ വഴി മാത്രമായിരുന്നു. എന്നാൽ ബാങ്കുകൾക്ക് ഇത് വലിയ ലാഭമുള്ള ഒന്നല്ലാത്തതിനാൽ അവർ ഇതിന് വലിയ പ്രചാരണം നൽകിയില്ല. ഇതിനു പുറമെ പാരമ്പര്യമായി കിട്ടിയ സ്വർണം ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഐഡന്റിറ്റി കാർഡുകളും മറ്റ് രേഖകളും ചോദിക്കുമെന്നും ഇൻകം ടാക്സ് നോട്ടീസ് വരുമെന്നുമുള്ള പേടി സാധാരണക്കാർക്കുണ്ടായിരുന്നു. കൂടാതെ ഇതിന്റെ പലിശ ചെലവ് സർക്കാരിന് വലിയ ബാധ്യത ആയതിനെ തുടർന്ന് ചില ദീർഘകാല നിക്ഷേപങ്ങൾ 2025 സർക്കാർ നിർത്തലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാർ ഈ പദ്ധതി പൂർണ്ണമായും പരിഷ്കരിക്കാൻ പോവുകയാണ്. പുതിയ മാറ്റം വന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് നേരിട്ട് ജ്വല്ലറികളിൽ പോയി ഈ പദ്ധതിയുടെ ഭാഗമാകാം. ബാങ്കുകൾക്ക് പകരം രാജ്യത്തെ പ്രമുഖ ജ്വല്ലറികളെ ഈ പദ്ധതിയുടെ കളക്ഷൻ പാർട്ട്ണർമാരാക്കാൻ സർക്കാർ അനുമതി നൽകിയേക്കും. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം നമ്മൾ ബാങ്കുകളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി പോകുന്ന ഇടങ്ങളാണ് ജ്വല്ലറികൾ. നമ്മുടെ വീട്ടുപടിക്കലുള്ള ജ്വല്ലറികളിൽ ചെന്ന് സ്വർണം നിക്ഷേപിക്കാമെന്ന ഈ പദ്ധതിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കും. ഈ പുതിയ മാറ്റത്തിലൂടെ 1000 ടണ്ണിലധികം സ്വർണം സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സർക്കാർ എന്തിനാണ് ഇത്രയും അധികം മുൻകൈ എടുക്കുന്നതെന്ന്. ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ്. എന്നാൽ നമുക്ക് സ്വന്തമായി സ്വർണ്ണ ഖനികളില്ല. നമ്മൾ വലിയ തോതിൽ വിദേശത്ത് നിന്നാണ് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത്. ഇങ്ങനെ സ്വർണം വാങ്ങാൻ നമ്മൾ കോടിക്കണക്കിന് $US വിദേശത്തേക്ക് നൽകേണ്ടി വരുന്നു. ഇത് രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യത്തെ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഐഡിൽ ഗോൾഡ് അഥവാ വെറുതെ കിടക്കുന്ന സ്വർണം വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ സർക്കാരിന് സാധിക്കും. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ കൃത്യമായി നടപ്പിലായാൽ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് മാന്യമായ ഒരു പലിശ വരുമാനം നേടാൻ സാധാരണക്കാർക്ക് സാധിക്കും. ജ്വല്ലറികൾ കൂടി ഇതിന്റെ ഭാഗമാകുന്നതോടെ പ്രക്രിയകൾ കൂടുതൽ ലളിതമാകുമെന്നാണ് കരുതുന്നത്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ ഔദ്യോഗിക വിജ്ഞാപനം വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും.